രാവിലെ തന്നെ നീച്ച് ചോർന്ന് കൊണ്ട് കണ്ടപ്പോ നീച്ചപ്പോ തന്നെ വീഡിയോ എടുക്കണോണ്ട് കണ്ണു മോറന്നായിട്ട് അടിയുടിങ്ങ മാറിയേക്കണ്ട നേരെ ക്യാമ്പിന് പോകാനും വേണ്ടി വള്ളക്കുപ്പി വള്ളൊക്കെ നിറച്ചുകൊണ്ട് ബാഗിൽ വെച്ചിട്ട് നമ്മള് വണ്ടി ഇവിടെ ക്യാമ്പിന് പോകാനും വേണ്ടി റെഡി ആയി നിൽക്കണ്ട് പോണ ബൈക്കിന്ന് എണ്ണ തീരുന്ന് കണ്ടപ്പോ ഒന്ന് പമ്പ് കയറ്റിയതാണ് കേട്ടോ നമ്മള് പമ്പിന്ന് നേരെ ടർഫിലെത്തിട്ട് നമ്മള് ബൂട്ടിട്ട് കണ്ട് ഞാനണ്ട് റെഡി ആയി വാട്ടർ ബ്രേക്ക് ആയപ്പോ നമ്മള് വെള്ളം കുടിച്ചാണ് ആടി മുടി കണ്ട് ബലുതായിക്കാണ്ട് ഒന്നായിട്ട് എരപ്പായിക്കണ് എന്തെന്റെ മൂറ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് പറയണട്ടോ കമന്റില് അങ്ങനെ ഇന്നത്തെ ക്യാമ്പ് ഇനിക്കാണ്ട് പെരി പോവാൻ നിക്കണ്ടപ്പം ഇതാണ് ഞങ്ങൾക്ക് ക്യാമ്പ് എടുത്ത് തരുന്ന നിയാൽ സേറ് പുതിയ വണ്ടി ഇറക്കി ആ വണ്ടിയാണിത് നമ്മള് പെരി പോണ ബൈക്കിൽ ചമ്മാട്ടുന്ന ഒരു ഉണക്കൽ കടി കയറി ഈ കാണുന്ന ഉണക്കച്ചെമ്മീൻ മേങ്ങാനും വേണ്ടിയിട്ട് ഞാൻ കെട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ഉണക്കമാന്തളും മേങ്ങണം ഞമ്മക്ക് രണ്ടും കൂടി ഞാൻ 50 റുപ്യക്ക് മേങ്ങിട്ടാ ചെമ്മീൻ കൂട്ടി ചമ്മന്തി ഇറക്കാനും വേണ്ടി പച്ചമാങ്ങ മേങ്ങണം ഞമ്മക്ക് പച്ചമാങ്ങ മേങ്ങാനും വേണ്ടി ചമ്മാട് മീൻ മാർക്കറ്റിലാണ് ഈ പോണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു വിധപ്പെട്ട പച്ചക്കറി കടകളൊക്കെ പൂട്ടിക്കെടുക്കാണ് ഈ കാണുന്ന ചമ്മാട് മീൻ മാർക്കറ്റിലെ മീൻ വിൽക്കുന്ന സ്ഥലം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഈ പച്ചക്കറി കട തന്നെ തുറന്നിട്ടുള്ളൂ ഇവിടെ ഉള്ളത് ചെറിയ കണ്യാങ്ങ ആയതുകൊണ്ട് ഞാനത് മേങ്ങിയില്ല ഓണ ബൈക്കുന്ന ഒരു ഫ്രൂട്ട്സ് കടി കയറിയതാണ് നമ്മള് ഈ കാണുന്ന ബത്തക്കാള് കണ്ടിട്ടാണ് നമ്മൾ കയറിയത് അങ്ങനെ ഞാനൊരു ബത്തക്കന്റെ പകുതി തൂക്കി വെക്കാൻ പറഞ്ഞു ഏകദേശം ഞാൻ വിചാരിച്ച വിലന്റെ അത്ര തന്നെ ഉള്ളതിന് ബത്തക്കും അതുകൊണ്ട് തന്നെ ഞാനാ ബത്തക്ക മേങ്ങി ഇനി നമുക്ക് നേരെ ഇത് പെരി കൊണ്ടുപോയിക്കാണ്ട് ബത്തക്കള ഉണ്ടാക്കാം പെരിയിലെത്തിയപ്പോ രണ്ട് അടുപ്പിലും ചട്ടി ചൂടാക്കാൻ വെച്ചിക്കണേ ഒന്നിൽ തക്കാളി കൂട്ടാനും മറ്റേല് ഉരുളങ്കിഴങ്ങ് പൊരിച്ചനുണ്ട് ഇത് ഐറ്റമാണ് കേട്ടോ നമുക്ക് ചോറ് തിന്നാൻ അങ്ങനെ നമ്മളെ ഉരുളങ്കിഴങ്ങ് പൊരിച്ചതും തക്കാളി കൂട്ടാനും ഉണക്കമാന്തൾ പൊരിച്ചത് കഴിക്കണിട്ടപ്പെടാം പിന്നെ ചെമ്മീന്റെ ചമന്തി കൂട്ടി തിന്നാൻ നല്ല മൂടുണ്ട് എനിട്ടെന്ന് പച്ചമാങ്ങ എവിടുന്ന് കിട്ടിയ നമുക്ക് അതാണ് ചമന്തി ഉണ്ടാക്കാൻ പറ്റാനിട്ട നമുക്ക് അങ്ങനെ നമ്മൾ ചോറ് തിന്നുകൊണ്ടിരിക്കാണ് ഇപ്പം ചോറ് തിന്ന് കഴിഞ്ഞ പാടന്നെ നമ്മൾ വത്തക്കമ്മയിൽ കണ്ണ് വെച്ചിട്ടാ ഇനിയിപ്പോ അത് പള്ളിക്ക് ആക്കണ വരെ സമാധാനം കിട്ടൂല നമുക്ക് നേരം പകാതെ തന്നെ കത്തി കൂടിയും വെച്ചുകാണ്ട് മുറിച്ച് നമ്മള് അതിങ്ങനെ ചമച്ച് തിന്നുകൊണ്ട് കണ്ടപ്പം വേറൊരു കണ്ടെടുത്ത് കാണ്ട് കത്തിയേറ്റ് ബത്തക്കള്ള ഉണ്ടാക്കാണ് ബത്തക്കൊന്നായിട്ട് കത്തിയേറ്റ് വെട്ടിക്കാണ്ട് നമ്മളൊരു കുണ്ടംപാത്രത്തിൽ കിട്ടുകണേ ഇനി ഇതിക്ക് കുറച്ച് പഞ്ചാര ഇട്ട് കാണുന്നുണ്ട് റാത്തായി നമുക്ക് അങ്ങനെ നമ്മൾ പഞ്ചാരക്കണ്ട് ഇട്ടുകാണ്ട് ഇളക്കിക്കാണ്ട് ഫ്രീസറിൽ വെക്കാണ് ഇട്ടപ്പം ഇനിയിപ്പോ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന്റെ ശേഷം എടുത്തു നോക്കാൻ നമുക്ക് ഇപ്പൊ ഏകദേശം 1:50 ആയിക്കിട്ട സമയം എന്തായാലും നമുക്ക് ബത്തക്ക വെള്ളം ഒന്ന് തണുപ്പാവണ വരെ വേറെ എന്തെങ്കിലും പരിപാടി നോക്കാം എന്റെ കൈക്കിൽ നല്ലൊരു ബോൾ ഉണ്ടേനി ആ ബോളാണ് ഇത് ഈ അടുത്ത് കാറ്റടിച്ച് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ സൂചി പഞ്ചറും അതുകൊണ്ട് തന്നെ ഇന്നലെ മേങ്ങ കാറ്റടിയും പറഞ്ഞത് ആ ഒരു കാറ്റടിയും പറ്റാണ് ഞാനിപ്പോ കാറ്റടിച്ചത് ഇത് കാറ്റടിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് തട്ടിക്കളിച്ചാണ് അങ്ങനെ കാറ്റടിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ തട്ടിക്കളി തുടങ്ങിട്ടാ തട്ടിക്കളിച്ചാൽ നല്ല രസമുള്ള നമ്മൾ കുറച്ചേരം അയിമ തന്നെ നിന്നിട്ടാ കുറച്ചേരം തട്ടിക്കളിച്ചപ്പോത്തിന് ഒന്നായിട്ട് ബേരത്തണ്ട് സൈഡായി നമ്മൾ ചേറ്റിയമ്മയുടെ സമാധാനത്തോടെ ഇരിക്കണ്ടപ്പോ അങ്ങനെ നമ്മൾ വൈകുന്നേരമാക്കി ചാടിച്ചാൻ ഇരുന്നപ്പോൾ ലഡുവും പായും ബിസ്ക്കറ്റും അലുവയും കേക്കൊക്കെ ഉണ്ടായിട്ടവിടെ സംഭവം എന്തോ തറടലിന്റെ അങ്ങനെ എന്തോ ഒരു പരിപാടിന്റെ ചായക്കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടത് അതൊക്കെ കൂടി തിന്നുകാണ്ട് പള്ള നടക്കാണ് ഇപ്പൊ നമ്മള് അങ്ങനെ ചായയും കുടിച്ച് കഴിഞ്ഞ് റീലും കണ്ടുകാണ്ട് കെടുക്കാണിട്ടപ്പോ ഞാൻ വൈകുന്നേരം ഒന്നും കൂടി മൂത്ത് വരട്ടെ എന്നിട്ട് വേണം നമുക്ക് നേരത്തെ വെച്ച വത്തക്കള്ള എടുത്തുകൊണ്ട് കുടിച്ചാന് അങ്ങനെ ഏകദേശം ഞാൻ വിചാരിച്ച ടൈം ആയപ്പോ തന്നെ ഞാൻ ആ വത്തക്കള്ള എടുത്ത് വത്തക്ക വെള്ളം ഒന്നായിട്ട് ഐസ് ആയിക്കണ്ട ഫ്രീസറിൽ വെച്ചോണ്ട് ഐസ് ആയതുകൊണ്ട് തന്നെ ഇത് ഒന്നായിട്ട് ഇനി സ്പൂൺ വെച്ചുകാണ്ട് കോരി തിന്നേണ്ടി വരുന്ന എനിക്ക് തോന്നുന്നത് അങ്ങനെ ഇപ്പൊ പറഞ്ഞ മാതിരി തന്നെ സ്പൂൺ വെച്ചുകാണ്ടാട്ടോ ഞാനിപ്പോ തിന്നണത് കൊറേയൊക്കെ ഞാൻ കയ്യിൽ വെച്ച് കുത്തിയൊക്കെ നോക്കി കാരണം വള്ളായി കിട്ടിക്കാണെന്നുണ്ടെന്ന് മതിയിരിക്ക് കുടിച്ചേനെ നമുക്ക് പക്ഷെ വിചാരിച്ച പോലെ വള്ളായില്ല ഫാനക്കെട്ട് വെച്ചുകാണ്ട് നോക്കിട്ടോ നമ്മള് എന്തായാലും വിചാരിച്ച മാതിരി ആവത്തോണ്ട് കോരി തിന്നല്ലാതെ വേറെ നിവർത്തി നമുക്ക് വത്തക്ക കോരി തിന്നുകാണ്ട് നമ്മളിപ്പോ നേരെ ചെങ്ങൈമാരെടുത്ത് കണ്ടേ പോണേ വണ്ടിയൊക്കെ ഇവിടെ റെഡി ആയി നിൽക്കണ് പോവാനും വേണ്ടി ഈ കാണാട്ടോ നമ്മളെ ചെങ്ങൈമാരെ ഇവെന്തോ സീരിയസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് ചിരിച്ചുണ്ട് ഇവിടെ നമ്മള് വെറുതെ ഇങ്ങനെ പല്ല് കാട്ടി കൊടുത്താൽ മതി അപ്പോൾ എന്തായാലും കോമഡി ആയിട്ട് വരും കേട്ടെ ഞാനിവിടെ വണ്ടിയിൽ ഡബിൾ സ്റ്റാൻഡ് ഇട്ട് കണ്ട് ഇരിക്കണ്ടപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മളിപ്പോ നേരെ പോണ് ഫലാഫിൽ നിന്നാനും വേണ്ടിയാണ്ടാ പോണ ബൈക്കിൽ ഏതോ പെരിയിൽ കല്യാണം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ റോഡ് ഫുള്ള് ബ്ലോക്ക് ആണ് ഇവിടെ അങ്ങനെ ബ്ലോക്ക് ഒക്കെ തീർന്നു കണ്ട് നമ്മൾ ഫലാഫിലിന്റെ കടിക്ക് ഒറ്റ ഒരു പിടുത്തം പിടിച്ചിട്ടപ്പോ പിന്നെ ഞാൻ ഒറ്റക്കലിട്ട് പോണ എന്റെ ചെങ്ങൈമാരുണ്ടിട്ട കൂടെ നമ്മളങ്ങനെ ഫലാഫിലിന്റെ കടിയിലെത്തി 3 ആൾക്ക് ഫലാഫിൽ പറഞ്ഞിട്ടാ ആ പറഞ്ഞ ഫലാഫിലും കാത്തിരിക്കാനിട്ട ഇപ്പൊ ഞങ്ങള് ഈ കാണാനാണ് ഇവിടുത്തെ മെനു ഫലാഫിൽ വരുന്നത് 3 ഐറ്റം ആണ് ഇവിടെ നോർമൽ ഫലാഫിൽ എഗിന്റെ ആണ് അതാണ് നമ്മൾ പറഞ്ഞത് പിന്നെ വരുന്നത് ചിക്കനും ബീഫൊക്കെയാണ് അങ്ങനെ ഞങ്ങൾക്കുള്ള ഫലാഫിലൊക്കെ വന്നിട്ട് ഇവിടെ നമ്മളങ്ങനെ ഫലാഫില് തിന്നല് തുടങ്ങിട്ടാ പള്ള നിറഞ്ഞുകൊണ്ട് നിർത്താന്നല്ലാതെ മടുപ്പ് വന്നുകൊണ്ട് നമ്മൾ ഈ സാധനം തിന്നല് നിർത്തൂലട്ടാ അങ്ങനത്തെ ഒരു ഐറ്റാണ് ഫലാഫിൽ ഷവർമ ഇവിടെ ഇപ്പൊ നോർമലി 40 റുപ്യ മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ വള്ളക്ക് ഒരു ദമ്മിട്ടാനും വേണ്ടി നമ്മൾ കുറച്ച് സോഡാണ്ട് ഉള്ളിക്കാക്കുന്നുണ്ട് ഇപ്പം ഫസ്റ്റത്തെ ഫലാഫിൽ തിന്ന് കഴിഞ്ഞതിന് ശേഷം ഞാനും ചങ്ങായി വേറെ ഒന്നും കൂടി പറഞ്ഞിട്ടാ അതിന്റെ പകുതി മുറിച്ച് 2 ആക്കി ഞങ്ങള് അത് തിന്ന് ഞങ്ങൾ പെരി പോയി അടുത്തി കാണും നമുക്ക്